കൊല്ലം കുളത്തൂപ്പുഴയിലെ RPL എസ്റ്റേറ്റിൽ കഴിയുന്ന ശ്രീലങ്കൻ അഭയാർത്ഥികളെ അവഗണിക്കുകയാണ് സർക്കാർ. പൊളിഞ്ഞു വീഴാറായ ലയങ്ങളിൽ കഴിയുന്നത് 1000-ലധികം പേരാണ്. ജീവിതങ്ങൾ അത്രത്തോളം ദുസ്സഹമാണെന്നാണ് ന്യൂസ് മലയാളത്തിന്റെ ക്യാമറ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വന്നാൽ ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ ഈ തൊഴിലാളികൾ കഷ്ടപ്പെടുക. ഇപ്പാട്ടി സ്കീമാണ്. ഇന്നത്തെ സ്ഥിതി പറയുവാണെങ്കിൽ വളരെ ദയനീയം. ആൾക്കാരുടെ രാജീവ് ഗാന്ധി വന്ന സമയത്ത് 1985 തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ കറണ്ട് കൊടുത്തത് അന്നിട്ട വയറാ. ഇപ്പോൾ എനിക്ക് ഷോക്കടിച്ചതാ. ഇപ്പോൾ ഞാൻ മറിച്ചേനെ. ഇപ്പോൾ ഇന്നിവിടെ നിൽക്കത്തില്ല ഞാൻ. അതുപോലും കമ്പനി എന്തോന്ന് പോലും ചോദിച്ചിട്ടില്ല. 50 ആണ്ട് മുന്നേ ആട്ടിയോടിക്കപ്പെട്ടവരാണ് പിറന്ന മണ്ണിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് മലയ്ക്ക് മുകളിൽ കുളത്തൂപ്പുഴ വനത്തിനുള്ളിലെ ഇരുട്ടിൽ ഹോസ്പിറ്റൽ ഷീറ്റിന് കീഴെ തലചായ്ച്ചുറങ്ങുന്നവർ, സർക്കാരിന്റെ കണക്ക് പുസ്തകത്തിൽ ഇടം പിടിക്കാത്തവർ, അഭയാർത്ഥികളെന്ന് വിളിപ്പേരുള്ളവർ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കുളത്തൂപ്പുഴയിലെ തോട്ടപ്പണിക്കാരായി. പക്ഷേ ഇന്നും സമ്പാദ്യമായുള്ളത് മുട്ടിപ്പൊളിഞ്ഞ ആസ്പെറ്റോസ് കൂരകളും രോഗങ്ങളും മാത്രം. കുളത്തൂപ്പുഴയിലെ RP എസ്റ്റേറ്റിലെ ജോലി വയറു നിറയ്ക്കുവാനുള്ള ഉപാധിയായി. പക്ഷേ അപഗണന മാത്രം. റേഷൻ കാർഡ് ഇവിടെ ഉണ്ട്, വോട്ടും ഉണ്ട്. ഇയാളുടെ ഇപ്പോൾ വോട്ടിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്, ആർക്കും ഇല്ലെന്ന് പറയുന്നത്. ഈ കമ്പനിക്കകത്ത് ഇരിക്കുന്നവർ എല്ലാവർക്കും ഇന്ത്യൻ സിറ്റിസൺ ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ അഭയാർത്ഥികളായി വന്നവരോടൊരു അവഗണന ഇപ്പോഴും ഉണ്ട്. 90% 100% ഉണ്ട്. സർക്കാരും അങ്ങനെയാണ്, മറന്ന മന്ത്രിയും അങ്ങനെയാണ്. വരുന്നവരെല്ലാം അങ്ങനെ ചെയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആര് നോക്കാനുണ്ട്? ഈ തോട്ടം മേഖല കേരളം മൊത്തം തോട്ടം മേഖലയെ നശിച്ചു പോവുക. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? സർക്കാർ സഹായിക്കേണ്ടേ? ഞങ്ങൾ അഭയാർത്ഥികളില്ലേ? രോഗവാഹകരായ ആസ്പെറ്റോസ് ഷീറ്റുകളിലെ കൂരകൾ, ഒപ്പം കാടും മലയും കാട്ടുജീവികളും. RPL എസ്റ്റേറ്റിലെ അഭയാർത്ഥികളുടെ ലോകം കഴിഞ്ഞ 50 വർഷമായി ഇങ്ങനെയാണ്. சொந்த ஊர் எங்கே தான், மற்றதில்லை. நம்ம அங்கே வேலை செஞ்சுக்கிட்டு தான் இருந்துச்சு தமிழ்நாட்டில். அங்கே ஒன்றும் இல்லை. அன்னன்னைக்கு வேலை செஞ்சுட்டு வீட்டுக்கு வந்துடும். இருந்துட்டு காலையில் எழுந்திரிச்சு 7 மணிக்கு போகும். 12 மணிக்கு வேலை விட்டு வீட்டுக்கு வரும். എൻ്റെ ജോലി മോൻ ചെയ്യുന്നു. എൻ്റെ ഭാര്യ മരിച്ചു പോയി. പിന്നെ അവളുടെ ജോലി ഇലയും പോണം. പിന്നെ നേരത്തെ പോലെ നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് അത്രയും സൗകര്യം ഇല്ല. സീറ്റ് മൊത്തം മാറ്റണം. എല്ലാം കുരങ്ങന്മാരെല്ലാം ഉടക്കി ഈ മഴ സമയത്ത് ഇരിക്കാൻ വയ്യ. എല്ലുമുറിയെ ഇക്കാലം അത്രയും പണിയെടുത്തവരാണ് ലയങ്ങളിലുള്ളവരിൽ ഭൂരിപക്ഷവും. മഴ കനത്താൽ ചോർന്നൊലിക്കുന്ന ആസ്പെറ്റോസ് ഷീറ്റിൽ നിന്ന് എന്നാണ് ഇവർക്ക് മോചനം? എവിടെ നമ്മുടെ ഭവന പദ്ധതികൾ? എവിടെ നമ്മുടെ ദാരിദ്ര്യ രേഖാ ലിസ്റ്റുകൾ? എന്തുകൊണ്ടിവർ നമ്മുടെ വികസന കേരളത്തിന്റെ മുഖമല്ലാതായി പോയി? ഉത്തരം പറയേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. മനുഷ്യനാണ് മഴ നനയാതെ മരിക്കണം. ദുരിതം പേറി ജീവിക്കുന്ന ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ പാടി ജീവിതമാണ് പ്രേക്ഷകർ കണ്ടത്. ഇനിയും ഇവരെ ഇങ്ങനെ അവഗണിക്കരുത്. ക്യാമറമാൻ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.